മീഡിയ ഓൺ ചർച്ചയിൽ വേണു ബാലകൃഷ്ണന്റെ പുച്ഛഭാവം. ജമാഅത്ത് ഇസ്ലാമിക്കാരും മൗദൂദികളും അവർ മതേതരരാണെന്ന് കാണിക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്തെടുത്തിരിക്കുന്ന മുഖമാണ്. അതും വേണു ബാലകൃഷ്ണന്റെ. കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയ മഹാന് ജോലി കിട്ടൂ? അതായത് ഞരമ്പൻ പ്രവർത്തനം കാട്ടി. ആ പ്രവർത്തനം കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി. പിന്നെ പ്രത്യേക സ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രീകണ്ഠൻ നായരിലൂടെ മടങ്ങി വരുന്നു. അവിടെ നിന്ന് വീണ്ടും പഴയതുപോലെ എല്ലാം ആൾക്കാർ മറന്നു എന്ന നിലയ്ക്ക് മൗദൂദി ചാനലുകാർ പർച്ചേസ് ചെയ്ത് അവരുടെ മതേതര മുഖമാക്കി ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൗദൂദികളുടെ ആവശ്യം കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾക്ക് ശബ്ദമാകണം. സംഘപരിവാറുകാർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ന്യായീകരിച്ച് വെച്ചു കൊടുക്കണം. ആ കൊട്ടേഷൻ്റെ ഭാഗമായിട്ടായിരുന്നു സംസ്ഥാന സർക്കാരിനോടും മന്ത്രി PA മുഹമ്മദ് റിയാസിനോടും ഒരു ലോഡ് പുച്ഛവും പിന്നാലെ അനിൽകുമാർ അതിന് കൊടുത്ത മറുപടിയും. റിയാസ് 14 റീൽസ് ഇട്ടു. എന്താണ് സംഭവിച്ചത് എന്നത് 4 വരി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങി. വിശദമായി ഈ കാര്യം പറയാൻ സംസ്ഥാന സർക്കാരിന്റെ ഈ PWD മന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട്? ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയാസം? നിങ്ങൾ കുറെ നേരമായിട്ട് രണ്ടുപേരുടെ കൂടി ഇങ്ങനെ കടുക് പറക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് പറയാം. എല്ലാത്തിനും മറുപടി പറയണം. അതിന് വേണു സമയം തരണം. ഒന്ന്, വേണുവിൻ്റെ പുച്ഛവും ഈ അപഹാസ്യമായ ഒരു വല്ലാത്ത നിലപാടുണ്ടല്ലോ, അതൊക്കെ അത്ര നല്ലതാണോ എന്ന് ആലോചിക്കണം. ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെയാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരു പുച്ഛം പ്രകടിപ്പിക്കാമോ? സംസ്ഥാന സർക്കാർ ഒളിക്കുമോ? ഇരുന്ന് വച്ച് കാച്ചുകയാണ് ഫ്രസ്ട്രേഷൻ. ഒന്ന് ആലോചിക്കണേ. മൗദൂദി ചാനലാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. പക്ഷേ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ അവർ മുസ്ലിമായിട്ട് കണ്ടിട്ടില്ല. കാര്യം മൗദൂദി ആശയങ്ങളോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതേതര മുഖമെന്നുള്ള നിലയ്ക്ക് ചാനലുകൾക്കുള്ളിൽ സഹപ്രവർത്തകയും ജൂനിയറുമായിട്ടുള്ള സ്ത്രീകളോട് ഞരമ്പൻ പ്രവർത്തനം കാണിച്ച ഒരു മഹാൻ വന്നിരുന്ന് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കുന്നത്, അതും പുച്ഛമിറക്കിക്കൊണ്ട്. അല്പമെങ്കിലും തനിക്ക് ഉളുപ്പുണ്ടാടോ എന്ന് ഈ നാട്ടുകാർ ചോദിക്കും. കാര്യം ചെയ്ത പ്രവർത്തനം അത്ര മഹത്തരമായ പ്രവർത്തനമാണല്ലോ. കഴിവുകൾക്കപ്പുറം മറ്റുള്ളവരോട് ഞരമ്പൻ പ്രവർത്തനം ഇടപെടുകയും പരാതി പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി ചാനലിൽ നിന്ന് അടിയും മേടിച്ചുകൊണ്ട് പുറത്തിറങ്ങി 24ലൂടെ ഒരു മടങ്ങിവരവ് നടത്തി. പിന്നീട് ഇപ്പോൾ മൗദൂദി ചാനലിൽ വയറ്റിപ്പിഴപ്പിന് പോയിരുന്ന് ബാക്കിയുള്ളവരെ പുച്ഛിക്കുകയും അപഹസിക്കുകയും ചെയ്തതിന് ശേഷം തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കാൻ പരിശ്രമിച്ചാൽ എന്താണ് ചരിത്രമെന്ന് നാട്ടുകാർക്ക് സംസാരിക്കേണ്ടി വരും. അത് തന്നെയാണ് അനിൽകുമാർ ചെറിയ തോതിൽ പറഞ്ഞു വെച്ചത്. അങ്ങനെയല്ല മറുപടി പറയേണ്ടത്. ഈ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഞെളിഞ്ഞ് ക്യാമറയ്ക്ക് മുന്നിൽ കയറി ഇരിക്കാൻ കഴിയൂ? ഏതെങ്കിലും സാധാരണക്കാരൻ അത്തരം പ്രവൃത്തി ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഇവരെന്തായിരിക്കും അവരെക്കുറിച്ച് പറയുക? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ വേണു ചെയ്ത ഇതേ പ്രവർത്തനം ചെയ്തതിന് ശേഷം മുഖ്യധാരയിലേക്ക് വരികയാണെങ്കിൽ വേണുവിന് എന്തായിരിക്കും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അത്രയേ ഉള്ളൂ നാട്ടുകാർക്ക്. അതുകൊണ്ട് വലിയ ഷോ ഒന്നും വേണ്ട. മൗദൂദികൾ മതേതരത്വം ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഒരു ഞരമ്പൻ അവതാരകൻ കൂടുതൽ ഞെളിയേണ്ട കാര്യമില്ല. സ്വന്തം മുഖത്തെ അഴുക്ക് മാറ്റിയിട്ട് വേണം നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടതെന്ന് മാത്രമേ നാട്ടുകാർക്ക് പറയാനുള്ളൂ.